എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൂനെയിലെ പോപ്പുലർ ഡെസേർട്ട് ആയിട്ടുള്ള മാംഗോ മസ്താനി ഇങ്ങനെ തയ്യാറാക്കണേ നോക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മസ്താനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത അധികം നാരുകളൊന്നും ഇല്ലാത്ത പഴുത്ത മാങ്ങ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഏത് വെറൈറ്റി മാങ്ങ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി മാങ്ങ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനും പിന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഞാൻ ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാല് ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുത്ത് വന്നിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള പാല് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചതിന് ശേഷം പാല് ഐസാക്കി എടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അപ്പോഴും നന്നായിട്ട് തന്നെ വരും. പക്ഷെ പാലിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് മാറുള്ളൂ. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അല്ലെങ്കിൽ ഏത് പാല് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങളും ഞാൻ തണുപ്പിച്ചെടുത്തതിന് ശേഷം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ആയിരിക്കും ഇത് നന്നായിട്ട് തന്നെ വരിക. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഞാൻ. പിന്നെ നമുക്കിതിലേക്ക് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ വരും. 2 വലിയ സ്കൂപ്പ് തന്നെ ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഐസ്ക്രീമിൻ്റെ അത്യാവശ്യം ഒരു ടേസ്റ്റ് വരണം ഇതിൽ. പിന്നെ ഞാൻ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ആവാട്ടെ പഞ്ചസാര. അപ്പോൾ ഇതൊരു അത്യാവശ്യം മധുരം ഉണ്ടാവും, അത്ര തന്നെയുള്ളൂ. ഇതുപോലെ തിക്കായിട്ടുള്ള മാംഗോ ഷേക്ക് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിക്നെസ് ഉണ്ടാവണം, അപ്പോൾ തന്നെ ആയിരിക്കും അടിപൊളിയായിട്ട് തന്നെ വരിക. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇതെങ്ങനെയൊന്ന് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്കൂപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ട് മുറിച്ചതും ബദാം മുറിച്ചതും കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അളവൊന്നുമില്ല. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് കുറച്ച് മാങ്ങ എടുത്തിട്ട് പഞ്ചസാര കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു പ്യൂരി വേണമെങ്കിൽ ചേർക്കാം. ഞാനത് ചേർക്കണില്ല. ഇനി ഞാൻ ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇനി ഇതിലേക്ക് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്കൂപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ മാംഗോ ആകുമ്പോൾ പിന്നെ നമ്മൾ മാംഗോ തന്നെയല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാനില ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ, അതുപോലെ കാഷ്നട്ട് മുറിച്ചത്, ബദാം മുറിച്ചത്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറി കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ഉള്ള മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മാംഗോ മസ്താനി പല വെറൈറ്റീസിൽ, അതായത് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. സ്ട്രോബെറി ക്രഷൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം. 20-25ഓളം ടൈപ്പ് മാംഗോ മസ്താനി ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു വെറൈറ്റി തന്നെയാണ് ഞാൻ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐസ്ക്രീമും ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മാംഗോ മിൽക്ക് ഷേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് മാത്രം അസംബിൾ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ വെക്കും ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരിക
രാത്രിയാണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാനൊക്കെ നല്ലൊരു അടിപൊളി ഡിഷാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുള്ള സമയമല്ലേ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ പാർട്ടികൾക്കോ അങ്ങനെയൊക്കെ സെർവ് ചെയ്യാനൊക്കെ അടിപൊളി തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാങ്ങ മുറിച്ചതും ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും, പിന്നെ അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചെറി കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് ഇത്. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് പാലിന് പകരം വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ പാലിനും പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആദ്യം വാനില ഐസ്ക്രീം ബ്ലെൻഡ് ചെയ്തെടുത്തില്ലേ, അതിന് പകരം മാംഗോ ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി തന്നെയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിമിഷസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.